ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. തൊഴിലാളികൾക്ക് വ്യാപകമായ നിയമപരിരക്ഷ നൽകിക്കൊണ്ട് വ്യവസായത്തെ നിർവചിച്ച 1978 വിധി പുതിയ സാഹചര്യത്തിൽ ബാധകമാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കിയത്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിന് കീഴിൽ വ്യവസായം എന്നതിനെ അതിന്റെ സ്വന്തം വാചകങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. പുതിയ ലേബർ കോഡിന് ഈ പഴയ നിർവചനം ബാധകമാകില്ല എന്നു തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. തൊഴിലാളികളെ അരക്ഷിതത്വത്തിലാക്കുന്ന വിധിയെന്ന് നിയമജ്ഞർ അഭിപ്രായപ്പെടുന്ന ഈ വിധിയുടെ പശ്ചാത്തലം ഇന്ന് സ്പോട്ട്ലൈറ്റിലും നമ്മൾ പരിശോധിക്കുന്നു. ഇല്ലാതാകുന്നത് തൊഴിൽ സുരക്ഷയോ? ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെയുള്ള പ്രധാന വിഷയം 1978 ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് കേസിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വ്യവസായം എന്നതിനു നൽകിയ വിപുലമായ നിർവചനത്തെക്കുറിച്ചായിരുന്നു. നീതിന്യായ വ്യവസ്ഥ, ക്രമസമാധാനം, പ്രതിരോധം തുടങ്ങിയ സർക്കാരിന്റെ അടിസ്ഥാന ചുമതലകളെ മാത്രമേ 1947 വ്യവസായ തർക്ക നിയമത്തിന്റെ പരിധിയിൽ നിന്നും അന്ന് ഒഴിവാക്കിയിരുന്നുള്ളൂ. എന്നാൽ ഈ വിപുലമായ നിർവചനം 2020 പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിന്റെ വ്യാഖ്യാനത്തിന് ഉപയോഗിക്കാനാകില്ലെന്നാണ് ഇപ്പോ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തൊഴിൽ തർക്ക നിയമ പരിധിയിൽ വരുന്ന ത്രികക്ഷി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവസരമുണ്ടായിരുന്ന വലിയ വിഭാഗം തൊഴിലാളികൾ ഇതോടെ അവരുടെ അവകാശങ്ങൾക്ക് പുറത്താകും. നേരത്തെ ആശുപത്രികൾ, അതേപോലെ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സംഘടിത വ്യവസായങ്ങൾ ഇവയിലെയൊക്കെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ത്രികക്ഷി ചർച്ചയിലൂടെ പരിഹാരം കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളി സംഘടനകൾ, ലേബർ കോടതികൾ തുടങ്ങിയവ തുടർച്ചയായ ഇടപെടലുകൾ നടത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിരുന്നു. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഈ നിർവചനമാണ് പുതിയ വ്യവസായ നിർവചനത്തോടെ പഴങ്കഥയാകുന്നത്. പഴയ വിധിയിലെ അടിസ്ഥാന കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിർവചനത്തിലെ ട്രിപ്പിൾ ടെസ്റ്റ് വ്യവസ്ഥകളിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് 6 ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടു. 1978 7-അംഗ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച നടപടി ശരിയാണെന്നും ഭൂരിപക്ഷ വിധിയിൽ പറയുന്നുണ്ട്. ഒരു സ്ഥാപനത്തെ തൊഴിൽ നിയമപ്രകാരം വ്യവസായം ആയി കണക്കാക്കാൻ 1978 സുപ്രീം കോടതി മുന്നോട്ട് വെച്ച 3 വ്യവസ്ഥകളാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഒരു വ്യവസ്ഥാപിതമായ പ്രവർത്തനം, തൊഴിലുടമയുടെയും ജീവനക്കാരും തമ്മിലുള്ള സഹകരണം, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സേവനം അതല്ലെങ്കിൽ ഉൽപാദനം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വ്യവസായമായി കണക്കാക്കാം എന്നതായിരുന്നു ട്രിപ്പിൾ ടെസ്റ്റ് എന്ന മാനദണ്ഡം. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആയിരുന്നു ഈ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചത്. ലാഭമോ നിക്ഷേപമോ അവിടെ ഒരു വിഷയമേ ആയിരുന്നില്ല. ഈ വിശാലമായ വ്യാഖ്യാനത്തിലൂടെയാണ് വർഷങ്ങളായി ഇത്തരം സ്ഥാപനങ്ങളിലെ ലക്ഷക്കണക്കിന് സാധാരണ തൊഴിലാളികൾക്ക് ലേബർ കോടതികളുടെയും തൊഴിൽ നിയമങ്ങളുടെയും സംരക്ഷണം ലഭിച്ചിരുന്നത്. 2005 UP സർക്കാരും ജയ്ബീർ സിംഗും തമ്മിലുള്ള കേസിലാണ് 1978 കോടതി നൽകിയത് വിശാല അർത്ഥത്തിലുള്ള നിർവചനമേ ആകുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി വിഷയം 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. 2017 ഇത് 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നു. നേരത്തെ അന്തിമമാക്കിയ കേസുകളെ പുതിയ വ്യാഖ്യാനം ബാധിക്കില്ലെന്നും ഇപ്പോഴത്തെ വിധിന്യായത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. വ്യവസായ തർക്ക നിയമപ്രകാരമുള്ള കോടതികൾ, ട്രിബ്യൂണലുകൾ, തൊഴിൽ അധികാരികൾ എന്നിവയ്ക്ക് മുന്നിൽ തുടരുന്ന കേസുകളിലും 1978 ട്രിപ്പിൾ ടെസ്റ്റ് പ്രകാരം തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. അതേസമയം 2020 പുതിയ ചട്ടത്തിലെ നിർവചനമാണ് പുതിയ കേസുകളിൽ പരിഗണിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് പല മേഖലകളും വ്യവസായമെന്ന നിർവചനത്തിന് പുറത്താകുമെന്നും അത് വലിയ വിഭാഗം തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുമെന്നും ആശങ്ക ഉയർന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ സതീഷ് ചന്ദ്ര ശർമ്മ, അലോക് ആരാധെ, വിപുൽ M പഞ്ചോളി എന്നിവരാണ് ഭൂരിപക്ഷ വിധി എഴുതിയത്. ജസ്റ്റിസുമാരായ PS നരസിംഹ, ജോയ് മല്യ ബാഗ്ചി എന്നിവർ ഇതിനോട് യോജിച്ചുകൊണ്ട് പ്രത്യേക വിധികൾ എഴുതി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ദീപാങ്കർ ദത്ത, ഉജ്ജൽ ഭൂയാൻ എന്നിവർ വിയോജിച്ചു. ഏകദേശം 50 വർഷം പഴക്കമുള്ള ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് വിധി പുനഃപരിശോധിക്കുന്നതിനെ ശക്തമായി എതിർത്തത് ജസ്റ്റിസ് BV നാഗരത്നയായിരുന്നു. സ്വകാര്യവൽക്കരണം കൂടി വരുന്ന സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വ്യവസായം എന്ന പദത്തിന്റെ വിശാലമായ നിർവചനം അത്യന്താപേക്ഷിതമാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു.
ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനുമായി പങ്കിട്ടുകൊണ്ട് സ്വതന്ത്ര നിരീക്ഷണം രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഈ നിലപാടിനെ പിന്തുണയ്ക്കുകയായിരുന്നു. വ്യവസായം എന്ന പദത്തിന്റെ വിശാലമായ നിർവചനം നിലനിർത്തേണ്ടത് എന്നത്തെക്കാളും ഇപ്പോൾ വളരെ പ്രധാനമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പുതിയ ലേബർ കോഡിന്റെ ഭരണഘടനാ സാധുത അവലോകനം ചെയ്യാതെയാണ് സുപ്രീം കോടതി വിധിയിലൂടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഏകപക്ഷീയമായി കവർന്നെടുത്തത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. UP സർക്കാരാണ് വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. 1978 സുപ്രധാന വിധിയിലൂടെ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന വലിയൊരു സുരക്ഷാ കവചമാണ് ഭൂരിപക്ഷ വിധിയിലൂടെ സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. വിധിയിലൂടെ തൊഴിലാളികളുടെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് ഭരണഘടനയുടെ കാവലായ സുപ്രീം കോടതി ചിന്തിക്കാതെ പോയത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കിയേക്കും. ഉടമസ്ഥാവകാശം സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാറിയതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ജീവനക്കാരും സ്വകാര്യ മേഖലാ ജീവനക്കാരായി മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യാവസായിക തർക്ക നിയമപ്രകാരമുള്ള സംരക്ഷണം എന്ന ആവശ്യം നൽകിയിരുന്നത് എന്നും ഇതിൽ ഇടപെടുന്നത് വ്യാവസായിക മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്നും ജസ്റ്റിസ് നാഗരത്ന ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടത്. നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ ഊന്നിയുള്ള ഈ വിധിന്യായത്തിൽ യഥാർത്ഥത്തിൽ തോൽക്കുന്നത് നമ്മുടെ ഭരണഘടനാപരമായ നീതിയും ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിത സുരക്ഷയുമാണ്. ഈ നിരീക്ഷണത്തോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.